നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം 75 ദിവസം പിന്നിടുന്നു. ഇതിനിടയിൽ ചെറിയ ദൂരം മാത്രം നീണ്ടുനിന്ന ഒരു വെടിനിർത്തലിലൂടെയാണ് ബന്ദി കൈമാറ്റം സാധ്യമായത്, അല്ലെങ്കിൽ ആക്രമണത്തിന് ഒരു ഇടവേള ഉണ്ടായിരുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ ഗസയിൽ നരകം സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ സേന. കരയുദ്ധത്തിനായി അവിടെ എത്തിയിരിക്കുന്ന ഇസ്രായേൽ പട്ടാളം കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചു കൊല്ലുന്നു. ഒപ്പം കെട്ടിടങ്ങളെല്ലാം തകർത്തു വീഴ്ത്തുകയാണ്. കരയുദ്ധത്തിൽ ഇസ്രായേലിനും വലിയ വിനാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. എക്കാലത്തേക്കുമായി ഹാൻഡിക്യാപ്ഡ് ആവുന്ന പട്ടാളക്കാരുടെ എണ്ണം കൂടുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് കരസേന അവിടെ എത്തിയിട്ടുള്ളത്. ഒപ്പം ഹമാസിനെ ഇല്ലാതാക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക. ഈ സൈനിക ലക്ഷ്യങ്ങളൊന്നും ഇനിയും അച്ചീവ് ചെയ്യാൻ, കീഴടക്കാൻ ഇസ്രായേൽ പട്ടാളത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പട്ടാളക്കാർക്കുണ്ടാവുന്ന നാശത്തിൻ്റെ എണ്ണം, കാഷ്വാലിറ്റിയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ബന്ദികളിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ സമ്മർദ്ദം ഇസ്രായേലിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനകത്ത് തന്നെ പല ശബ്ദങ്ങൾ, ഭിന്ന സ്വരങ്ങൾ നാം കേൾക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ പ്രസിഡന്റ് ഒരു വെടിനിർത്തലിൻ്റെ സന്നദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്നു, ബന്ദിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇനി വെടിനിർത്താതെ, യുദ്ധം എക്കാലത്തേക്കുമായി അവസാനിപ്പിക്കാതെ ബന്ദിമോചനത്തെക്കുറിച്ച് സംസാരിക്കാനില്ല. നിങ്ങൾക്ക് യുദ്ധമാണ് ആഗ്രഹമെങ്കിൽ യുദ്ധം തുടരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് അത്തരം സാധ്യതകളെ അടയ്ക്കുകയാണ്. ഉപാധികൾ വെച്ചുള്ള യുദ്ധനിർത്തൽ ഇനി വേണ്ട, നിങ്ങൾ അവസാനിപ്പിക്കൂ യുദ്ധം, എന്നിട്ട് ബന്ദികളെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് അവരുടെ നിലപാട്. ഈ യുദ്ധം 75 ദിവസവും പിന്നിട്ട് പോകുമ്പോൾ മിലിറ്ററി ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ ഇസ്രായേൽ വലിയ സങ്കീർണതയെ അനുഭവിക്കുന്നുണ്ടോ? ഏരിയൽ ബോംബാർട്ട്മെന്റിലൂടെ 20,000 പേരെ കൊന്നുകളഞ്ഞ ഇസ്രായേൽ പട്ടാളത്തിന് കരയുദ്ധത്തിൽ സത്യത്തിൽ അടിപതറുന്നുണ്ടോ? നോക്കൂ, 10 മിനിറ്റിൽ ഇടയിൽ ഒരു സൈനികൻ വീതം കൊല്ലപ്പെടുന്ന അങ്ങേയറ്റം ആ വിപത്കരമായ സാഹചര്യത്തെ നമ്മൾ നേരിടുന്നു എന്ന് ഒരു പട്ടാളക്കാരൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. ഇസ്രായേൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തന്നെ IDF ഒഫീഷ്യലി അറിയിക്കുന്ന മരണക്കണക്കും പരിക്കേറ്റവരുടെ കണക്കും ആശുപത്രി രേഖകളുമായി ഒത്തുപോകുന്നില്ല എന്ന് സർക്കാർ അനുകൂല പത്രങ്ങളിൽ പോലും വാർത്ത വരുന്നു. ഈ യുദ്ധം ഇപ്പോൾ നിർത്തേണ്ടത്, ഇടവേള എടുക്കേണ്ടത്, സന്ധി ഉണ്ടാക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഹമാസിൻ്റെ ആവശ്യമോ അതോ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ആവശ്യമോ? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ആദ്യം CMCA നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഹെഡാണ്. മറ്റതിഥികളിലേക്ക് കൂടി വരുന്നതിന് മുമ്പ് CMCA നാസർ, എന്താണ് ഏറ്റവും അവസാനത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ സ്ഥിതി? അതൊരു അടുത്ത വെടിനിർത്തലിലേക്ക് സഞ്ചരിക്കുകയാണോ? ദിഷാദ്, വെടിനിർത്തണമെന്നൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് ഏറെക്കുറെ ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നിട്ട ദിവസങ്ങളിൽ തന്നെ മൊസാദ് മേധാവി യൂറോപ്യൻ നഗരത്തിൽ വെച്ച് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള നേതാവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 ബന്ദികളെങ്കിലും ഉടൻ കൈമാറുക, അതിനുവേണ്ടി ഒരാഴ്ചക്കാലം തങ്ങൾ വെടിനിർത്താൻ ഒരുക്കമാണ് എന്ന അർത്ഥത്തിലാണ്. ഇത് 2 കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, 3 ബന്ദികളെ ഇസ്രായേൽ സേന തന്നെ വെച്ച് കൊന്നത് ഇസ്രായേലിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള എതിർപ്പ്. അതോടൊപ്പം തന്നെ ബന്ദികളെ ഇനിയും കൈമാറാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടരുത്, അവരുടെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്ന ബന്ധുക്കളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം, ഇത് രൂപപ്പെടുത്തിയതാണ് പ്രധാനമായിട്ടും ഒരു ചർച്ചയിലേക്ക് വരാൻ ഇസ്രായേൽ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ 2.5 മാസം പിന്നിടുന്ന ഇന്ന് പോലും നിരവധി സൈനികർ, അതും ഏറ്റവും ഉയർന്ന ഓഫീസർ റാങ്കിലുള്ള സൈനികർ കൊല്ലപ്പെടുന്നത്, ഇത് ഇസ്രായേലിൻ്റെ കരയുദ്ധത്തിലുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാൻ സാധിക്കുമെന്ന് കരുതിയ ഒരു യുദ്ധം എത്തി നിൽക്കുന്നത് വലിയ തോതിലുള്ള സൈനികമായിട്ടുള്ള ആൾനാശത്തിലാണ്. പരിക്കേറ്റവർ പോലും വളരെ കൂടുതലാണ്. ഇന്നലെ സൈനികരെ, പരിക്കേറ്റ ആശുപത്രിയിലുള്ള സൈനികരെ കാണാൻ നെതന്യാഹു എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ വിസമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് സൈന്യം പോലും എത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ വലിയ സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. അതേസമയം തങ്ങളുടെ കുരുതി ഒരു മാറ്റവുമില്ലാതെ തുടരുക തന്നെയാണ്. കാരണം എല്ലാ ഭാഗങ്ങളിലും
ഭാഗങ്ങളിലേക്കും ആശുപത്രികളും സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ആ കുരുതി വളരെ ശക്തമായിട്ട് തുടരുകയും നിത്യം ഏതാണ്ട് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങൾക്ക് ഒരു 200 ശരാശരി എന്ന പേരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സിവിലിയൻ സമൂഹത്തെ കൊന്നൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ ലക്ഷ്യം, അതായത് ഹമാസിന്റെ ഇത്ര നേതാക്കളെ ഞങ്ങൾ വധിച്ചു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവന പോലും ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്താൻ ഇസ്രായേൽ സൈന്യത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ ഏറ്റവും അനുബന്ധമായിട്ട് ഹൂത്തികളുടെ ഒരു ഭാഗത്തു നിന്ന് ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. കാരണം അവിടെ ഒരു സംയുക്ത സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ഏതാണ്ട് 10 രാജ്യങ്ങൾ ആ സേനയുമായിട്ട് ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അല്പം മുമ്പ് ഹൂത്തി വിഭാഗത്തിന്റെ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ മാത്രമാണ്. ഒരു കപ്പലിനെയും ഇസ്രായേലിലേക്ക് ഇനിയും അനുവദിക്കുകയില്ല. ആ കപ്പലിന് നേരെ അങ്ങനെ പോകുന്ന ഏതെങ്കിലും കപ്പലുണ്ടെങ്കിൽ അതിന് നേരെ തങ്ങൾ മിസൈൽ ആക്രമണം നടത്തും. ആ മിസൈലിനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ആ രാജ്യം ഞങ്ങളുടെ ശത്രുപട്ടികയിൽ വരും. തീർച്ചയായിട്ടും അമേരിക്കയാണെങ്കിൽ അമേരിക്കക്കെതിരെ ഞങ്ങളുടെ യുദ്ധമുണ്ടാകും. അതുവേണ്ടി എല്ലാ സൈനിക സംവിധാനങ്ങളും സജ്ജമാണ്. അതിനുവേണ്ടി ഒരു രാജ്യം ഒന്നിച്ച് തന്നെ രംഗത്തിറങ്ങുമെന്നാണ് അല്പം മുമ്പ് ഹൂത്തി വിഭാഗത്തിന്റെ നേതാവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പം മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ഒരു സംഘർഷപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഈ 2.5 മാസം പിന്നിടുന്ന ഈ ഗസ യുദ്ധത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രം. അതാണ് എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ഡോക്ടർ അമീർ പിച്ചാൻ, ഐക്യരാഷ്ട്രസഭയുടെ മുൻ നയതന്ത്രജ്ഞൻ, ഒപ്പം ഡോക്ടർ താജ് ആലുവ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ഒപ്പം ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ, അദ്ദേഹത്തെയും അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഡോക്ടർ അമീർ പിച്ചാൻ, ഈ 75 ദിവസം പിന്നിടുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, ഒരു ട്രൂസ് എടുക്കാൻ, ഒരു ബ്രേക്ക് എടുക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദമുണ്ടോ? അവർ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്? സൈനികമായ ഫാക്ടേഴ്സ് മാത്രമാണോ, അതോ നയതന്ത്ര തലത്തിലടക്കം ഇസ്രായേൽ വലിയ സമ്മർദ്ദത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ? Okay. Can you hear me? Yeah. Can you hear me? Yeah, yes. Hello, can you hear me? I hope that you can hear me. Thank you. Yeah, yes, I am. Okay, thank you. Well, as we speak now, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ മേലെ സമ്മർദ്ദം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ yes, there is a lot of pressure. There is a lot of internal pressure and there is a lot of external pressure as well. ഇന്റേണൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ന്യൂസ് റിപ്പോർട്ടർ പറഞ്ഞ മാതിരി യുദ്ധത്തിൽ അവർക്ക് വേണ്ടത്ര രൂപത്തിൽ ഒരു മെഷറബിൾ ഔട്ട്കം, ഒരു അച്ചീവ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിജയത്തിനുള്ള ഒരു മെഷറബിൾ ഔട്ട്കം അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം ഹമാസ് ഫൈറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ്രായേലി people ever knows that. When they said there are 25,000, some 30,000 or 35,000. അതിൽ എത്ര പേരെ യുദ്ധത്തിൽ കൊന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയസ് കണക്കാണ് വരുന്നത്. Somebody says that 5,000, someone says that 7,000, but nobody knows what is a clear picture. അപ്പൊ അങ്ങനെ എത്ര ഹമാസ് ഫൈറ്റേഴ്സ് വധിക്കപ്പെട്ടു, എത്ര ഹമാസ് ഫൈറ്റേഴ്സ് ഇനിയും ഉണ്ട് എന്നുള്ള ഒരു മെഷറബിൾ ഔട്ട്കം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതും, പിന്നെ അവർ തന്നെ ഫ്രം ദ വാട്ട് യു കോൾ ഫ്രണ്ട്ലി ഫയറിലും മറ്റൊരു മറിച്ചിലായിട്ട് ഭയങ്കരമായിട്ട് ഒരു ആൾനാശത്തിലേക്ക് കൂടെയാണ് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ് വി സ്പീക്ക് നൗ ഇസ്രായേലി മീഡിയ തന്നെ പബ്ലിഷ് ചെയ്യുന്നത് about 132 their own soldiers മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിലും കൂടുതൽ ആൾക്കാർ മരിച്ചതായിട്ടാണ് കേൾക്കുന്നത്. സോ അതിന് കൂടാണ്ട് there is a lot of pressure internally on Netanyahu government to bring back the hostages safely. അപ്പൊ അവരെ വെച്ചിട്ട് അവിടെ വീണ്ടും ബോംബിട്ട് താറക്കുന്ന സമയത്ത് അവരുടെ ലൈഫും അവരുടെ ജീവിതം അതും അവതാളത്തിലാണ്. അതിലൊക്കെ അധികം ഇൻ അഡീഷൻ there is a lot of humanitarian crisis. I have got a lot of ex-colleagues who have been working there. അപ്പൊ അവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ it is a hell on earth. There is no food, there is no water, there is no fuel. അപ്പൊ അവിടെയുള്ള ജനങ്ങളെ പട്ടിണിക്കിടുക, കഷ്ടപ്പെടുത്തുക, അങ്ങനത്തെ ഒരു പോളിസിയും കൂടി എടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ആൾസോ എഫക്റ്റിംഗ് വാട്ട് യു കോൾ അവരുടെ ഹോസ്റ്റേജിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുകൊണ്ടുള്ള ആ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഒരു ഹെൽ ഓൺ എർത്ത് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ഇൻ ദിസ് സെഞ്ചുറി, ഈ സമയത്ത് ഈ ആദ്യം ഇസ്രായേലുണ്ടായിരുന്ന അനുഭാവമൊക്കെ ഫ്രം വെസ്റ്റേൺ കൺട്രീസ് സ്റ്റാർട്ടഡ് സ്ലിപ്പിംഗ് അവേ. ഇപ്പൊ അവർ ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും ഇതൊക്കെ ഗാസിൽ നടക്കുന്ന കണ്ടിട്ട് പീപ്പിൾ ആർ വാണ്ട് ടു ഹാവ് എ സീസ് ഫയർ. അപ്പൊ അതുകൊണ്ടുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ഒരു UN ഉണ്ടാവുന്ന ഈ പ്രഷർ, that is an external pressure that is also coming through.
But at the same time, as we speak now, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് there is a big discussions and UN resolution is happening now. This is another one which is talking about cessation, not ceasefire, cessation, a temporary stopping of the bombardment to allow more humanitarian aid. എന്നിട്ട് കഴിഞ്ഞാൽ ഈ സെസേഷൻ മേ ബി ഫോർ ഫ്യൂ ഡേയ്സ്, അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വോട്ടിംഗ് ആയില്ല. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം ഡേയ്സ് ഓഫ് ബ്രേക്ക് ബിഫോർ ദ ബോംബിംഗ് സ്റ്റാർട്ട്സ് അഗെയിൻ. അപ്പോൾ ഇത് യെസ് ട്രൂ, ഇറ്റ് ഈസ് കറക്റ്റ് ആൻഡ് ദർ ഈസ് എ ലോട്ട് ഓഫ് പ്രഷർ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ബട്ട് ഹ്യൂമാനിറ്റേറിയൻ സൈഡിൽ ദർ ഈസ് എ കറ്റാസ്ട്രഫി, and inside in Israel and outside Israel also there is a lot of pressure. But both sides are not winning now. Israel is not winning, or there is no measurable thing that they can show, but Gaza is really, really suffering. ഓക്കെ, ഇപ്പോൾ ഇസ്രായേൽ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനകത്തു നിന്നുള്ള ഒരു പ്രഷർ അവർക്കുണ്ട്. ഒപ്പം സൈനികമായി അവരനുഭവിക്കുന്ന ലോസ്, നഷ്ടം അവർക്കൊരു പ്രശ്നമാണ്. പക്ഷേ ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഈ യുദ്ധം അങ്ങനെ വേഗത്തിൽ നിർത്താൻ കഴിയുമോ? അതിന് അവരുടെ ഇന്റേണൽ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ അതിനകത്തില്ലേ ഷമീർ? പറഞ്ഞത് വളരെ വാസ്തവമാണ്. യെസ്, ദർ ഈസ് ഇന്റേണൽ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ പ്രഷർ. പക്ഷേ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ then it seems that they failed. I mean, and Israel has to win the war, and ഹമാസിനെ സംബന്ധിച്ചിടത്തോളം they don't want to lose the war. ഹമാസിന്റെ മെഷർ ഓഫ് സക്സസും ഇസ്രായേലിന്റെ മെഷർ ഓഫ് സക്സസും രണ്ടാണ്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ വേർ ആർ ദ ഡീറ്റൈനീസ്, ഹോസ്റ്റേജസ് എവിടെയാണ്, എന്ത് അച്ചീവ് ചെയ്തു? എക്സെപ്റ്റ് ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഗാസ. അവിടെ ഏതെങ്കിലും ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഹമാസ് ഫൈറ്റർ എത്രത്തോളം കൊന്നു എന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് യുവർ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ്. ദർ ഈസ് ഇപ്പോ ആ യുദ്ധത്തിൽ നിന്ന് അവർ പിന്മാറിക്കഴിഞ്ഞാൽ, ഇസ്രായേൽ പിന്മാറിക്കഴിഞ്ഞാൽ, ദാറ്റ് വിൽ ഹാവ് എ ബിഗ് പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് ഫോർ ദം ഇൻ ദ ഐസ് ഓഫ് ദർ ഓൺ പീപ്പിൾ. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് അവിടെ. പക്ഷെ അതേ സമയത്ത് തന്നെ ഹോസ്റ്റേജസിനെ അവിടെ വെച്ചുകൊണ്ട് യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റുന്നുമില്ല. ഈ രണ്ട് വാട്ട് യു കാൾ ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് ഡീപ് സീ എന്നുള്ള ഒരു പ്രയോഗം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടക്കാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന് പിന്മാറിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് ദാറ്റ് ബിക്കം വാട്ട് യു കാൾ, അവർക്കൊരു ഡിഫീറ്റ് വന്ന മാതിരി ഒരു ഇംപ്രഷൻ അവിടെ ഉണ്ടാവും. അതൊരു വാസ്തവമാണ്. അതേ സമയത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാതിരിക്കാനും കുറച്ചു കാലത്തിനെങ്കിലും ഒരു സ്റ്റോപ്പ് എടുക്കാനും അതിന് ഇരിക്കാനും വയ്യ രൂപത്തിലാണ്. Israeli president recently has announced he is willing for a what you call a temporary ceasefire or temporary cessation. അതിന്റെ അർത്ഥം he want to stop the bombardment and get more aids into Gaza and release the hostages. യുദ്ധത്തിലൂടെ മിലിറ്ററി ടാക്ടിക് കൂടെ അവർക്ക് ഹോസ്റ്റേജിനെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെവിടെയെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നെഗോഷിയേഷൻ റിലീസ് ചെയ്യാം. ബട്ട് ഹി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലീസിംഗ് പലസ്തീനിയൻ പ്രിസണേഴ്സ് that they are in Palestinian jails. അതിനെക്കുറിച്ചും ഇപ്പോഴൊന്നും പറയുന്നില്ല. സോ ഹമാസ് ഇസ് നോട്ട് പ്രോബ്ലി ഇറ്റ്സ് നോട്ട് വില്ലിംഗ് ഫോർ ദാറ്റ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു റിയൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പൊ ഈ ലോകം കടന്നുകൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഡോക്ടർ താജ് ആലുവ, ഇവിടെ നോക്കൂ, 75 ദിവസമായി തുടരുന്ന യുദ്ധമാണ്. 45-ാം ദിവസം ഒരു ട്രൂസ് എടുത്തിരുന്നു. അതിനുശേഷവും വീണ്ടും മാരകമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ഇപ്പോൾ ഒരു ട്രൂസിൻ്റെ സാധ്യത തെളിഞ്ഞു വരുന്നു. നടക്കുമെന്നറിയില്ല, പക്ഷേ ഇസ്രായേലിനും അത് താല്പര്യമുണ്ട്. ഹമാസ് അവിടെ ഒരു വെടിനിർത്തൽ സാധ്യതയെക്കുറിച്ച് ആലോചിക്കുമോ? അതോ ആദ്യത്തെ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇനി സമ്പൂർണ്ണ യുദ്ധം അവസാനിപ്പിച്ചാലല്ലാതെ വേറൊരു ടോക്കുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ഫസ്റ്റ് സ്റ്റോപ്പ് ദ വാർ, അല്ലെങ്കിൽ ഈ അറ്റാക്ക് അവസാനിപ്പിക്കൂ എന്നാണ് അവരുടെ നിലപാട്. അതിൽ തന്നെ ആയിരിക്കുമോ ഈ ഘട്ടത്തിലും അവർ ഉറച്ചു നിൽക്കുക? അതോ ഒരു നെഗോഷിയേഷൻ, ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് എടുക്കാനും കുറച്ച് ബന്ധികളെ വിട്ടുകൊടുക്കാനും ഹമാസും സന്നദ്ധമാകും എന്ന് തോന്നുന്നുണ്ടോ? അതോ അവസാനത്തെ ട്രംപ് കാർഡ് എന്ന നിലയ്ക്ക് ഇനി അതിൽ കോംപ്രമൈസ് ഇല്ല എന്ന പൊസിഷൻ ആയിരിക്കും ഹമാസിന് ഉണ്ടാവുക? ദിഷാദ്, ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം പൂർണ്ണമായി നിലക്കുക, അതായത് ഇസ്രായേലിന്റെ ബോംബിംഗ് ക്യാമ്പയിൻ പൂർണ്ണമായി നിലക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം, അങ്ങനെ അല്ലാതെ വന്നാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് അനുസരിച്ച് ഒരു താൽക്കാലിക വെടിനിർത്തലിനെ ഹമാസ് സമ്മതിച്ചാൽ സംഭവിക്കുക കുറച്ചുകൂടി ഹോസ്റ്റേജസിനെ അവർ കടത്തിക്കൊണ്ടുപോവുകയും അങ്ങനെ ഇസ്രായേലിന്റെ പൊതുസമൂഹത്തെ, അവിടുത്തെ ജനതയെ താൽക്കാലികമായി തൃപ്തിപ്പെടുത്താനുള്ള ഒരു
ഇസ്രായേലി ഗവൺമെന്റിനെ രക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും. ഇത് വളരെ നന്നായിട്ട് ഹമാസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ, പ്രത്യേകിച്ച് ഇന്നിപ്പോ കെയ്റോയിൽ സംഭാഷണത്തിന് വേണ്ടി വന്നിട്ടുള്ള ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയ, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള സമ്മർദ്ദങ്ങളെ ഞങ്ങൾ അതിജീവിക്കും എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഈ ഒരു വെടിനിർത്തലിന്റെ ഒരു താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു മാനുഷിക ഹ്യൂമാനിറ്റേറിയൻ പോസ് എന്നൊക്കെ പറയുന്ന അത്തരം ഏതെങ്കിലും ചെപ്പടി വിദ്യകൾക്ക് വഴങ്ങിക്കൊടുത്താൽ അത് ഇസ്രായേൽ അത് ആഘോഷിക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് ആഘോഷിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും നേടാൻ കഴിയാതെ വരികയും ചെയ്യും എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടമായി കാണേണ്ട ഒരു സംഗതി നോക്കൂ, ഇത്രയും ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള ഒരു സൈനിക വിജയവും ഇസ്രായേലിന് നേടാൻ സാധിച്ചില്ല. നമ്മളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ മാത്രം ആണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ ഒരു ഭാഗത്ത് പറയുകയും മുഴുവൻ ഫലസ്തീനികളെയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാവിധ സപ്പോർട്ടും അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ ഭരണകൂടങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഹമാസ് താൽക്കാലികമായെങ്കിലും നേടിയിട്ടുള്ള ഒരു പിന്തുണ, ജനപിന്തുണ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഒരു പൊതുജനാഭിപ്രായം, വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ, അതുപോലെ തന്നെ ഗ്ലോബൽ സൌത്തിലുള്ള മിക്കവാറും എല്ലാ ഭരണകൂടങ്ങളും ഒക്കെ തന്നെ ഫലസ്തീനി ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ, അതിനെക്കുറിച്ച് നന്നായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹമാസിന് അത് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം, അല്ലെങ്കിൽ ലോകത്തിന്റെ ഈ അനുകൂല അഭിപ്രായത്തെ ലിവറേജ് ചെയ്തുകൊണ്ട് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കോസിനെ, തങ്ങളുടെ ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന ഈ വിഷയത്തെ കൂടുതൽ അഡ്വാൻസ് ചെയ്യിക്കുക എന്നതാണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നേടാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് ഒരിക്കലും ഹമാസിന് സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഹമാസിന് സംഭവിക്കുക എന്നല്ല, ഫലസ്തീൻ ജനതയ്ക്ക് സംഭവിക്കുക, കുറച്ച് അധികം ഹോസ്റ്റേജസിനെയും കൊണ്ട്, ബന്ദികളെയും കൊണ്ട് ഇസ്രായേൽ പോവും, കുറച്ച് ഫലസ്തീനി തടവുകാരെ അവർ വിട്ടയക്കുകയും ചെയ്യും. പക്ഷെ വിട്ടയച്ച ഫലസ്തീനി തടവുകാരെക്കാൾ അധികം, അതിന്റെ ഇരട്ടിയോ അതിന്റെ മൂന്നിരട്ടിയോ ഇപ്പൊ നമ്മൾ കാണുന്നു, അത് അവർ വീണ്ടും തടവിലാക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഒരു നേട്ടവും ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് ഹമാസിനോ ഫലസ്തീൻ ജനതയ്ക്കോ ഉണ്ടാവില്ല. വളരെ കുറച്ച് മാത്രം മാനുഷിക സഹായങ്ങളാണ് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, പരിപൂർണമായിട്ടുള്ള വെടിനിർത്തൽ. അതിലേക്ക് ഇസ്രായേൽ വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രമാത്രം ശക്തമായ ഒരു സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ എല്ലാ തന്ത്രങ്ങളും, സൈനിക തന്ത്രങ്ങളും അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അവർക്കാകെ സാധിക്കുന്നത്, നമ്മൾ എപ്പോഴും ഈ ചർച്ചയിൽ പറയുന്ന പോലെ, കുറെ കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, വൃദ്ധജനങ്ങളെ കൊല്ലുക, ബോംബിടുക, ആശുപത്രികളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൌകര്യങ്ങളൊക്കെ നശിപ്പിക്കുക. അത് കഴിച്ചു നിർത്തിയാൽ ഒരു ഹമാസിന്റെ നേതാവിനെ പോലും അവർ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ അടുത്തെത്താൻ സാധിക്കുന്നില്ല. അവരുടെ ടണലുകൾ, ആ ടണലുകൾ നശിപ്പിക്കാൻ പരമാവധി അവർ പണിയെടുത്തു നോക്കി, അതിന് ഒരുപാട് പ്രോപ്പഗണ്ടകൾ ചെയ്തു നോക്കി. ഏറ്റവും അവസാനം ഒരു ടണൽ കണ്ടെത്തിയെന്ന് പറഞ്ഞത് തന്നെ വളരെ പരിഹാസ്യമായ രീതിയിൽ ഹമാസ് അതിനെ പൊളിച്ചടുക്കി. അവർ പറഞ്ഞു, യു കെയിം ലേറ്റ്, മിഷൻ അക്കംപ്ലിഷ്, ഞങ്ങളത് ഒക്ടോബർ 7 വേണ്ടി ഉപയോഗിച്ച ടണലാണ്, ഞങ്ങളുടെ ദൌത്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ പ്രൊപ്പഗണ്ട വാർ, മനഃശാസ്ത്ര യുദ്ധം, സൈക്കോളജിക്കൽ വാർ, ഏറ്റവും അവസാനം ഇപ്പോ 3 പ്രായമുള്ള ഇസ്രായേലി തടവുകാരെ വെച്ചുകൊണ്ട്, ഇസ്രായേലി ബന്ദികളെ വെച്ചുകൊണ്ട് ഹമാസ് നടത്തിയ ആ വീഡിയോ, അത് വളരെ ശക്തമായി ഇസ്രായേലി ജനതയ്ക്കിടയിൽ ആ ബന്ദികളോടുള്ള അവരുടെ സമീപനത്തെ ശക്തമായി സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അവർ ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെ ഒക്കെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ 3 ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ വെടിവെച്ചു കൊന്നത്, അതും ഒരർത്ഥത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മിലിറ്ററി ലീഡർഷിപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഒരു അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരിക്കലും ഇസ്രായേൽ സമ്മതിക്കാറില്ല ഇത്തരം സംഗതികൾ. ഇത് ഹമാസിന്റെ പേരിൽ വെച്ചുകെട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എന്നിട്ടും അവർ നേരത്തെ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്തു. അതിനൊക്കെ ഉദ്ദേശം ഇവർ തമ്മിലുള്ള അതിശക്തമായ അഭിപ്രായ ഭിന്നതകളാണ്. അപ്പോ എല്ലാം കൊണ്ടും ഏറ്റവും ഡിസഡ്വാൻറ്റേജിൽ ഇവിടെ നിൽക്കുന്നത് ഇസ്രായേലാണ്. ആ ഡിസഡ്വാൻറ്റേജിനെ, അവർ ഇപ്പോൾ നിലകൊള്ളുന്ന പരാജയപ്പെട്ട ആ ഒരു ഭൂമികയെ ഏറ്റവും ശക്തമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഹമാസിന് ചെയ്യാനുള്ളത്. അതിന് ഹമാസ് ഉപയോഗിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന വെടിനിർത്തൽ സ്ഥിരമായിരിക്കണം, പെർമനന്റ് സ്ഥിരം വെടിനിർത്തൽ എന്നല്ലാത്ത മറ്റൊരാശയത്തെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സ്ട്രാറ്റജിക്കായ ഒരു പ്രതിസന്ധിയെ ഹമാസ് അഭിമുഖീകരിക്കുന്നുണ്ട്. ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നാൽ ഇസ്രായേലിനോട് തോൽക്കുക എന്നതായിരിക്കും അവർ മുമ്പിൽ കാണുന്ന പ്രശ്നം എന്നതാണ്. ഓക്കെ, ഞാൻ പറയാം. സെയിം ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള എന്നോടൊപ്പം ഉണ്ട്. ഡോക്ടർ മോഹനൻ പിള്ള, നോക്കൂ, ലോകത്തെ മൂന്നാമത്തെ സൈനിക ശക്തി എന്ന് വിളിക്കാവുന്ന ഒരു സേനയാണ് ഇസ്രായേൽ. അവർക്കുള്ളത്രയും സംവിധാനങ്ങൾ ലോകത്ത് പല രാജ്യങ്ങൾക്കും ഇല്ല എന്നിരിക്കെ 75 ദിവസം നീണ്ട ഒരു പോരാട്ടത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ മിലിറ്ററി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഡോക്ടർ പിള്ള? നിഷാദ്, നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ പറയുന്നുണ്ട്. ആ ഒപ്പീനിയനിൽ എനിക്ക് അന്നും ഇന്നും ഒരേ ഒരു ഒപ്പീനിയനാണ്. കരയുത്തുമെന്നും അതും ഇതും എല്ലാം പറഞ്ഞിട്ടും അവര് ഈ ലോകത്തിന്റെ ഏറ്റവും വമ്പൻ ശക്തികളെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേല് ഒരു ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടില്ല. അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം എന്തിനാണ് ബേസിക്കലി എന്തെങ്കിലും അച്ചീവ് ചെയ്യാനാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളെ മര്യാദ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാള് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആളിനെ ഒരു രാജ്യത്തെ കൺട്രോൾ ചെയ്യുക, അല്ല ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു പെർട്ടിക്കുലർ എയിം ഉണ്ട്. ഇവിടെ ഈ എയിമില് ഇസ്രയേലിനും പിഴച്ചു, അതുപോലെ തന്നെ അല്പം ഹമാസിനും പിഴച്ചു. റീസൺ, ഇസ്രയേലിന് പിഴച്ചു എന്ന് പറയാനുള്ള ഇസ്രയേല് ഇപ്പം ബെന്യാമിൻ നെതന്യാഹു തുടക്കത്തിൽ ലോകത്തിന്റെ മുന്നിൽ വെച്ച ഒരു ചിത്രം എന്ന് പറയുന്നത് ഹമാസിനെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയായ ISIS ആയിട്ടും, അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ വാർ ഓൺ ടെറർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് ഞങ്ങളെ ഈ ടെററിസ്റ്റ് അറ്റാക്ക് നല്ല രീതിയിൽ വന്നു, ഞങ്ങൾക്ക് സ്വയം ചെറുത്ത് നിൽക്കാനുള്ള അധികാരം, ഞങ്ങളുടെ രാജ്യത്തിന്റെ അധികാരം, ആ അധികാരം ഞങ്ങൾ വിനിയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഇസ്രയേല് ഹമാസിനെ തിരിച്ചടിക്കാൻ തുടങ്ങി. പിന്നീടാണ് അവരുടെ ഉദ്ദേശങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളും പിഴച്ച് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മറ്റു രീതിയിലോട്ടാവുകയും അത് പാലസ്തീൻ സൈഡിലോട്ട് വരികയും കൂടെ ചെയ്തു. ആദ്യം നമ്മൾ കണ്ടു സോഫ്റ്റ് കോർണർ ഇസ്രയേലിനായിരുന്നു എങ്കിൽ പിന്നീട് കിട്ടിയ ആ അറ്റൻഷൻ എന്ന് പറയുന്നത് പലസ്തീനായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഹമാസിന് എന്താണ് പിഴച്ചത്? ഹമാസ് ഒരു കാരണവശാലും വിചാരിച്ചിരുന്നില്ല. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക. അത് തുടക്കത്തിൽ തന്നെ ഇല്ലാതായി പാളി. ഒരാളെ പോലും അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, നേരെ മറിച്ച് ഒരു രാജ്യത്തിനും ഒരു സൈന്യത്തിനും നാണം കെട്ട രീതിയിൽ സ്വന്തം ആൾക്കാരെ മിസ്റ്റേക്കൻ ഐഡന്റിറ്റിയിൽ കൊല ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യത്തിന് പോലും സഹിക്കാൻ വയ്യാത്ത. നേരെ മറിച്ചിട്ട് ഇസ്രയേൽ എസ്പെഷ്യലി വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് മിലിറ്ററി സിസ്റ്റം ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു സൈന്യത്തിന് ഇങ്ങനെ ഒരു അബദ്ധം അത് ന്യായീകരിക്കാൻ പറ്റില്ല. ഹമാസിന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ അവർ വിചാരിച്ചത് ഇത് ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, രണ്ടാമത് ലോക രാജ്യങ്ങള് ഇതിൽ ഇടപെടും എന്ന് ഹമാസിന് വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ ഹമാസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത് ഇത്രയും നീണ്ടുപോകും എന്നുള്ള രീതിയിൽ. ആ ഒരു പോയിന്റിൽ ഹമാസിനും തെറ്റുപറ്റി, അവരുടെ ഒരു എസ്റ്റിമേഷൻ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു അവർ. ഇപ്പോഴും അവരുടെ രാജ്യത്തിനു വേണ്ടി ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലുമായിട്ടുള്ള തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഹമാസിനും മൈൽഡായിട്ട് അവരുടെ എയിം പിഴച്ചു എന്ന് പറഞ്ഞാൽ പോലും പക്ഷെ അവരുടെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്നത് എന്താണ് ഈ മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇത് യുദ്ധം നിർത്താൻ പറ്റും? ഈ യുദ്ധം നിർത്താൻ പറ്റുന്ന ഒരേ ഒരു നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നാച്ചുറലി ഹോസ്റ്റേജസിനെ ഫ്രീ ചെയ്യുക എന്നുള്ളതാണ്. ഹമാസ്, എനിക്ക് തോന്നുന്നത് ഹമാസ് തീർച്ചയായിട്ടും അവർ ഉപാധി വെക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് പെർമനന്റ് സീസ്ഫയർ, ഈ ലാസ്റ്റ് ടൈമിലൊക്കെ തന്നതുപോലെ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ട്
സീസ് ഫയർ കൊടുത്ത് 2 ദിവസം ഒരാഴ്ച അതിന് അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെർമനന്റ് സീസ് ഫയറും അതുപോലെ തന്നെ അവരുടെ അൾട്ടിമേറ്റ് എയിം ലോകത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഉള്ളിലൂടെ പ്രഷർ കൊടുത്തുകൊണ്ട് ഈ ഇസ്രയേൽ അതുപോലെ തന്നെ എന്താ പറയാ വെസ്റ്റ് ബാങ്കും ഗാസയും അതുപോലെ തന്നെ മറ്റേ മൂന്നാമത്തെ രാജ്യവും കൂടി അവർക്ക് ആ ഏരിയയും കൂടി ഇവരുടെ ഐഡന്റിറ്റി അവർക്ക് വേണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ ഇതുവരെ ചെയ്തതിന് ഹമാസിന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പറ്റിയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് ന്യായമായിട്ടും ബെന്യാമിൻ നെതന്യാഹു ടാർഗറ്റ് ശരിക്കും പിഴച്ചു എന്ന് മാത്രമല്ല, ബെന്യാമിൻ നെതന്യാഹുവിനോടൊപ്പം തന്നെ ബൈഡനും ഇതിൽ നിന്നിപ്പം തലയൂരണം. പക്ഷേ എങ്ങനെ തലയൂരും? ഇപ്പം റീസെന്റ് ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്നിട്ടുള്ള ചർച്ചയിൽ പോലും ഈ സീസ് ഫയർ സൊല്യൂഷന് വേണ്ടി അമേരിക്ക പറഞ്ഞത് ഇപ്പോൾ സീസ് ഫയർ നടത്തിയാൽ എന്തു പറ്റും, ബെനിഫിറ്റ് ഹമാസിന് കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തിലെ സൂപ്പർ പവർ ഇപ്പോഴും പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യമില്ലാത്ത ഒരു ഗ്രൂപ്പ് മാത്രം അവരുടെ കൺട്രോളിൽ, അതായത് ഇസ്രയേലിന്റെ കൺട്രോളിൽ അവരുടെ സൂപ്പർവിഷനിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ അവർ ടെററിസ്റ്റ് ആയിട്ട് ബ്രാൻഡ് ചെയ്തുകൊണ്ട് അതിനുശേഷം അവരുടെ മുന്നിൽ അടിയറവ് പറയുക, അതിൽ പരം ഒരു നടക്കുന്ന ഒരു അപമാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ബെന്യാമിൻ നെതന്യാഹുവിന്റെ മുന്നിൽ ഈ യുദ്ധം കുറച്ചുകൂടി മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. കാരണം ഇത് കഴിയുന്നതോടെ ബെന്യാമിൻ യുദ്ധം തീരുകയും ചെയ്യും, ബെന്യാമിന്റെ സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്യും. ഇത് രണ്ടുമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുപോലെ ബെന്യാമിനെതിരായിട്ട് റീസെന്റ് ആയിട്ട് ഈ നേരത്തെയുള്ള നോട്ട് ഓൺ ദി വാർ ക്രൈം അല്ലാതെയുള്ള കറപ്ഷൻ ചാർജസ് അതിവേഗ കോടതിയിൽ ഉടനെ തീർപ്പ് കൽപ്പിക്കണമെന്നുള്ള രീതിയിൽ വീണ്ടും അത് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെന്യാമിന് ലോകരാഷ്ട്രങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം രാജ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്നത് ഇസ്രയേലിന് സ്വന്തം രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ. പിന്നെ അൾട്ടിമേറ്റ്ലി എന്താണ് ഇതുകൊണ്ട് നേടിയത്? ആര് നേടി? കാരണം അതായത് ഏതാണ്ട് 6000-ഓളം സ്ത്രീകള്, 7000-ലധികം കുരുന്നുകള്, അതുപോലെ തന്നെ ഏതാണ്ട് 1.9 മില്യൺ ഡിസ്പ്ലേസ്ഡ് ആയി ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം ഇല്ലായ്മ ചെയ്തു. എന്നിട്ട് എന്ത് നേടി? അന്ന് ഡേ 1 മുതൽ ഞാൻ പറയുന്നു നിഷാദെ, ഇവർക്ക് ഇന്നേ വരെ ഈ പുഷ് ബട്ടൺ വെച്ചിട്ട് ഇവർക്ക് ഫയർ പവർ കൂടുതലുണ്ട്. ഈ ഫയർ പവർ അതുപോലെ തന്നെ ഗൈഡഡ് മിസൈൽ ആണെങ്കിൽ പോലും മിസ്ഗൈഡഡ് ആയി ഉപയോഗിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ളത്. 20,000 പേരെ കൊല്ലുന്നു, 20 ലക്ഷത്തോളം ആളുകളെ എന്താ പറയുക ഡിസ്പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് അവരെന്ത് നേടിയെന്ന ചോദ്യം അവരുടെ മുമ്പിലുണ്ട് എന്നതാണ്. ഡോക്ടർ അമീർ പിച്ചാൻ, നോക്കൂ, ഇപ്പോൾ മിലിറ്ററി ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഒപ്പം അവർക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഹമാസിനെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല പോലുള്ള കാര്യങ്ങളുണ്ട്. അതിനപ്പുറം നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ രൂപീകരണത്തിന് ശേഷം 75 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും ഒരു എക്സിസ്റ്റൻഷ്യൽ എന്താ പറയുക ഒരു അതിജീവന പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ്. പലതരം തർക്കങ്ങളിലാണ് ഇപ്പോഴും അതിന് നിപ്പ്. ഇപ്പോഴും അതിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ വേറെ എമ്പാടും ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം കൂടുതൽ സ്വീകാര്യതയ്ക്ക് വേണ്ടിയും കൂടുതൽ അക്സെപ്റ്റൻസിന് വേണ്ടിയും ഒരുപാട് എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒക്ടോബർ 7 ഒരു ക്രൈസിസ് വരുന്നു, ഒരു യുദ്ധത്തിലേക്ക് അവർ പോകുന്നു, അവരുടെ സ്വീകാര്യത ഇല്ലാതാവുന്നു. മറ്റ് പല രാജ്യങ്ങളും അവരുമായിട്ടുള്ള നയതന്ത്ര സംസാരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു, പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സോ അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇസ്രായേൽ നേരിടുന്ന ഒരു സ്വീകാര്യതാ പ്രശ്നവും കൂടി ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ ഒരു സീരിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. Can you hear me? Yeah, yes, I'm hearing. കേൾക്കാമോ? യെസ് ഞാൻ കേൾക്കുന്നു. ഓക്കെ. ഈ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്വീകാര്യത നേടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്, യെസ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ 2-3 കാരണങ്ങൾ ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഐ ഫുള്ളി 100% അക്സെപ്റ്റ് ദ പ്രീവിയസ് 2 സ്പീക്കേഴ്സ്
on whatever they said. പക്ഷെ also what I would like to add a few more points over there. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈടെ അടുത്തായിട്ട് ഇസ്രായേലിന് വല്ലാണ്ട് പാളിപ്പോയി. ഒന്ന്, ആ ചേർച്ചിൽ അഭയം പ്രാപിച്ചിരുന്ന കുറച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റി ക്രിസ്ത്യൻ പലസ്തീനിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു അമ്മയും മകളും, മദർ ആൻഡ് ഡോട്ടർ, ദേ വർ ഷോട്ട് ഡെഡ് ബൈ ഇസ്രായേലി സ്നൈപ്പേഴ്സ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അവിടുത്തെ കാർഡിനൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ എന്നുള്ളതാണ്. പോപ്പ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. ആ കാർഡിനൽ, of course, he did not use the word terrorism, but he said repeatedly it is a cold-blooded murder. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തേക്കുണ്ടായിരുന്ന പ്രതീക്ഷയെ വല്ലാണ്ട് ബാധിച്ചു. അതിൻ്റെ കൂടാണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് ഡിപ്ലോമാറ്റിനെ ഇതേമാതിരി വെടിവെച്ച് ഒരു ഇസ്രായേലി സ്നൈപ്പറിൽ കൊല്ലപ്പെട്ടു. അപ്പൊ ഇതിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ത് കഴിഞ്ഞാൽ, ആസ് നമ്മൾ പ്രതിരോധ വിദഗ്ധൻ പറഞ്ഞ മാതിരി, വൺ ഓഫ് ദ ബെസ്റ്റ് ആർമീസ് ഇൻ ദ വേൾഡ്, IDF എന്ന് പറയുന്ന ബെസ്റ്റ് ആർമീസ് ഇൻ ദ വേൾഡ്, അവർക്ക് ഒരു ഹമാസ് ഫൈറ്ററെയും അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന സ്ത്രീകളെയും ആ സ്നൈപ്പർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ലേ? അത്രയും പറ്റാത്തത് കൊണ്ടാണോ വരുന്നത്, അതോ അവർ പർപ്പസ്ഫുള്ളായി ചെയ്യണം? അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ദേ ആർ ജസ്റ്റ് ബ്ലൈൻഡ്ലി കില്ലിങ് എവരി വൺ ഹു ഈസ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അത് അവരുടെ ഒരു പോളിസിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്ലൈൻഡ്ലി ബോംബിങ് ദം. അത് മിസ്ഗൈഡഡ് ബോംസും ഡം ബോംസും എല്ലാം ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് തകർക്കുക. അപ്പൊ ഇതിനകത്തുള്ള വേറൊരു ആശയം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ കനോട്ട് ഗോ ബിഹൈൻഡ് ഹമാസ് എന്ന് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അവർ ആ പോപ്പുലേഷന്റെ പിന്നാലെ പോവുക, പോപ്പുലേഷന് കഴിയുന്നത്ര കഷ്ടപ്പാട് വരുത്തുക, കൊന്നു തീർക്കുക, അവർക്ക് കുടിവെള്ളം, ഫുഡ്, മെഡിസിൻ, ഹോസ്പിറ്റലൊക്കെ തകർക്കുക, അവർക്ക് ജീവിക്കാൻ വല്ലാതായി തീരുക. സോ ദേ തിങ്ക് ദാറ്റ് ദ പോപ്പുലേഷൻ വിൽ ടേൺ അഗെയിൻസ്റ്റ് ഹമാസ്. അങ്ങനെ വരുന്ന സമയത്ത് പോപ്പുലേഷൻ അവരെ കഷ്ടപ്പാട് പ്രകാരം അവർ ഹമാസിനെതിരായി തിരിയും. അവർ വന്നിട്ട് ഹമാസിലെ ഫൈറ്റേഴ്സിന് ഒറ്റിക്കൊടുക്കും. അവർ വന്നിട്ട് പറഞ്ഞു കൊടുക്കും എവിടെയാണ് ഈ ഹോസ്റ്റേജസിനൊക്കെ വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കൺസെപ്റ്റും എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് വീണ്ടും വീണ്ടും ദേ സ്റ്റാർട്ടഡ് ബോംബിങ് ഇറ്റ്. പക്ഷേ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഇവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ഇറ്റ് ഈസ് വെരി മച്ച് ഒരു പ്രോമിനന്റ് ആയിട്ട് വന്നു. അതിർത്തി തർക്കമല്ലാണ്ട് അതിൻ്റെ കൂടാണ്ട് ഫോറിൻ ഡിപ്ലോമാറ്റ്സും അവരുടെ കൊന്നതും, ഈ ചേർച്ചിന് ഉണ്ടായ വെടിവെപ്പും ബോംബിടലും, പിന്നെ കൂടാണ്ട് the largest UN workers killed in the history of UN. 101 of UN employees have been killed inside Gaza during this conflict. This is the largest UN casualties. UN officers, despite their work, they cannot really move around. എൻ്റെ പഴയ ഫോമർ കൊലീഗ്സും മറ്റൊരു മറിച്ചൊക്കെ അവർ, if they want to cross the border from Rafah, from Gaza to Israel, they go through a lot of harassment by Israeli troops before they could enter. ഇതാണുള്ള സാധാരണ സിറ്റുവേഷൻ. അതുകൊണ്ട് അവർക്ക് ഉണ്ടായിരുന്ന പുറത്തേക്കുള്ള പ്രതീക്ഷ വല്ലാണ്ട് മാറിക്കഴിഞ്ഞു. അത് വളരെ വാസ്തവമാണ്. പലരും അവരായിട്ട് റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ദ അറബ് വേൾഡ്, ദേ വർ ട്രൈങ് ടു ബിൽഡ് അപ്പ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദം. അതൊക്കെ എന്നൊക്കെയോ മാഞ്ഞുപോയി എന്നുള്ളൊരു വാസ്തവമാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ട്രൂ ഫാക്ട്. MCA, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഹമാസിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല, ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, ഹമാസിൻ്റെ ആക്രമണശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇരിക്കുമ്പോഴും ഗസ എല്ലാ കാലത്തും ഇസ്രായേലിനൊരു തലവേദനയാണ്. ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണമെന്ന ആശയാണ് അവരുടെ മനസ്സിൽ എക്കാലവും ഉള്ളത്. അതുകൂടി ഇൻവേഡ് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് അവരെപ്പോഴും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു കാരണം കിട്ടുകയും ആ കാരണത്തെ ഉപയോഗിച്ചുകൊണ്ട് 90% കെട്ടിടങ്ങൾ തകർത്തു, ഏതാണ്ട് 2 മില്യൺ ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തു, അവരെ ആഭ്യന്തരമായി ചിതറിച്ച് കളഞ്ഞു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വേറെ ഒരു നേട്ടമാണോ? കാരണം അല്ലെങ്കിൽ ഒരു ലോങ് ടേം പ്രോസസ് ആയിരുന്നു ഈ ഗസ ഇങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഈ കാരണം കിട്ടി, ഈ കാരണത്തിൻ്റെ പേരിൽ ബൊംബാർഡ്മെൻറ്റ് ആൻഡ് കരയുദ്ധം, ഇത്ര അധികം മനുഷ്യരെ ഡിസ്പ്ലേസ് ചെയ്ത് കളയുക എന്ന് വെച്ചാൽ അവർക്കിനി തിരിച്ചു വരാൻ വീടുകളില്ല, അവർക്ക് ഇനി പഴയതുപോലെ എല്ലാം സ്വരുക്കൂട്ടാൻ ഒരുപക്ഷെ ദശാബ്ദങ്ങൾ എടുത്തേക്കാം. അത് ഇസ്രായേൽ ലക്ഷ്യം വെച്ച ആഗ്രഹിച്ച ഒരു കാര്യം അവർ വേഗത്തിൽ നടപ്പാക്കിയോ?
നിഷാദ്, അങ്ങനെ ഒരു വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മുക്കാൽ നൂറ്റാണ്ടിന്റെ അനുഭവ പരിചയം ഈ ജനതയ്ക്കുണ്ട്. ഏതർത്ഥത്തിലാണ് അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഓരോ ദിവസവും നമുക്കറിയാം. അത് ഇപ്പോൾ യുദ്ധമുള്ള ഈ 2.5 മാസം മാത്രമല്ലല്ലോ, അതിനു മുമ്പും 5 യുദ്ധങ്ങൾ ഇപ്പോൾ ഗസയുടെ ജനത നേരിട്ടതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അതിജീവനം എന്നത് ഒരു പക്ഷേ ലോകത്തെ ഒരു ജനതയും സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 1900 അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ജർമ്മൻ നഗരങ്ങളിൽ ഇട്ട ബോംബിനേക്കാൾ കൂടുതൽ ബോംബുകൾ ഈ ഒരു 40 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രദേശത്ത് കൊണ്ടു തള്ളിയിരിക്കുകയാണ്. ഏറ്റവും മാരകമായിട്ടുള്ള ബോംബുകൾ. ഇതൊക്കെ ആയിട്ടും ഈ ജനത ഇപ്പോഴും ഒരു അതിജീവനം അവർ നടത്തുന്നുണ്ട് എങ്കിൽ ഈ ശത്രുവിന്റെ ക്രൂരതയെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചൊക്കെ അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ടാണ് കുടിവെള്ളവും ഭക്ഷണവും മരുന്നും ആശുപത്രിയും സംവിധാനങ്ങളൊക്കെ തകർത്തിട്ട് പോലും ഇന്നും ആ കുടുംബങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ അവർ ഒരു പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നടന്ന എല്ലാ സർവേയിലും കാണുന്നത് വെസ്റ്റ് ബാങ്കിലും മറ്റും പിന്നെ ഹമാസിനോടുള്ള താല്പര്യം ഏതാണ്ട് 80-85% പിന്തുണ വർദ്ധിച്ച ഒരു സാഹചര്യമാണ്. അതുണ്ടാകേണ്ടതില്ലല്ലോ. കാരണം ഈ ഒക്ടോബർ 7-ന് ഹമാസാണ് ഇത് നടത്തിയത്. ഈ ജനത ഇത്രയും ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതിന് കാരണം ഹമാസാണ് എന്നതല്ലേ നമ്മുടെ യുക്തി വെച്ചിട്ട് വരേണ്ടത്. അവർ ഹമാസിനെതിരെ തെരുവിലിറങ്ങേണ്ട ഒരു ഘട്ടമല്ലേ ഇത്? ഭക്ഷണവും വെള്ളവും എല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ ഇതിന്റെ കാരണക്കാർ എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ബോംബിടുന്ന ഇസ്രായേൽ മാത്രമല്ല, ഹമാസിലേക്ക് വരേണ്ടതാണ്. പക്ഷെ ആ ജനത ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ നീണ്ട കാലത്തെ ഈ ഒരു ദുരിതപ്പെയ്ത്തിലൂടെ ആ ജനത ആർജിച്ചെടുത്തിരിക്കുന്ന ഒരു തീർപ്പാണ്. ഈ ചെറുത്തുനിൽപ്പല്ലാതെ ശത്രുവിന് മറ്റൊരു ഭാഷ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അവരുടെ പരിമിതമായിട്ടുള്ള തദ്ദേശീയ നിർമ്മിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പിന്നെ ഏറ്റവും കുറഞ്ഞ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെറുത്തു നിൽക്കുകയാണ്. ആ 2.5 മാസത്തെ ചെറുത്തുനിൽപ്പ് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആ ജനതയുടെ പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യത്തിനുള്ള ഒരു വില കൂടിയാണ് നമ്മൾ ഇന്ന് രാത്രി ചർച്ചയിലൂടെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പിന്നെ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു യുദ്ധത്തെയും അതിശക്തമായി തന്നെ ആ ജനത ചെറുത്തു തോൽപ്പിക്കുക. നേർക്കുനേരെയാണ് ഇപ്പം ജബാലിയയിലും ഷുജായിയയിലും കാൻയൂൻസിലും ഒക്കെ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിക്കേറ്റ സൈനികരുടെ 49 സൈനികർ ഏറ്റവും ചുരുങ്ങിയത് ഓരോ ദിവസവും പരിക്കേൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സംവിധാനങ്ങളുടെ കുറവ് കൊണ്ടല്ല, ഉള്ള പരിമിതമായിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ജനത തങ്ങളുടെ അതിജീവനം അടയാളപ്പെടുത്തുകയാണ്. അതിജീവനം കാരണം ഞങ്ങൾക്ക് മാന്യമായിട്ടുള്ളൊരു ജീവിതം, ഞങ്ങൾക്ക് മാന്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലനിൽപ്പ് ആവശ്യമുണ്ട് എന്ന് ഒരുപക്ഷെ ലോകത്തെ എല്ലാ മർദ്ദിത ജനതയ്ക്ക് വേണ്ടി കൂടിയാണ് പിന്നെ ഗസ പിന്നെ ഈ 2.5 മാസത്തിലൂടെ അവർ ഇത് നടത്തുന്നത്. ഇനി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു, പോരാട്ടം എന്നത് ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർന്നു വീണതുകൊണ്ടോ ആളുകൾ കൊല്ലപ്പെട്ടത് കൊണ്ടോ അവസാനിച്ചു പോകുന്നതോ വീര്യം ചോർന്നു പോകുന്നതോ ആയിട്ടുള്ള ഒന്നല്ല എന്നത് നമ്മൾ ഗസയുടെ പോരാട്ടത്തിന്റെ കാര്യത്തിൽ സവിശേഷമായി കാണേണ്ട കാര്യമാണ്. അതാണ് നസർ ചൂണ്ടിക്കാണിക്കുന്നത്. സംഘർഷം 75 ദിവസം പിന്നിടുകയാണ്. 75 ദിവസം പിന്നിടുന്ന, നമുക്ക് ചരിത്രത്തിൽ സമാനതകൾ കണ്ടെടുക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ യുദ്ധം. ആ യുദ്ധത്തിന് ലോകത്തെമ്പാടും നിന്നുള്ള പിന്തുണ കിട്ടുന്നു. 100-ലധികം രാജ്യങ്ങളിൽ ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ സമരം ചെയ്യുന്നു. നിരവധിയായ രാജ്യങ്ങൾ ആ കോസിന് വേണ്ടി രംഗത്ത് വരുന്നു. ഭരണകൂടങ്ങൾ രംഗത്ത് വരുന്നു. സഖ്യരാഷ്ട്രങ്ങൾ പോലും നമുക്ക് നിർത്താനായി എന്ന അഭിപ്രായം പറയുന്നുണ്ട്. സോ ഇത് ഒരു 2 സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് സ്വപ്നം ഉണ്ടല്ലോ, അതിലേക്ക് നിർണായകമായ ഒരു സ്റ്റെപ്പ് കടക്കും ഈ 75 ദിവസത്തെ യുദ്ധം. അല്ലെങ്കിൽ ഈ അവസാനത്തെ ഈ സംഘർഷം പുതിയ ഒരു ഘട്ടത്തിലേക്ക് ഫലസ്തീൻ വിഷയത്തെ കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതും ഒരു ചരിത്രത്തിലെ ഒരു സംഘർഷഘട്ടമായി ആവർത്തിച്ചൊടുങ്ങുമോ? നിഷാദ്, തീർച്ചയായിട്ടും ഈ 2023 ഒക്ടോബർ 7 എന്നുള്ളത് ഫലസ്തീന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ആധുനിക ലോകത്തിന്റെ ചരിത്രം നമ്മൾ പിന്നീട് എഴുതുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു തീയതിയായിട്ട് ഈ 2023 ഒക്ടോബർ 7 മാറും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ നോക്കൂ, ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, നിഷാദ് അതിനെക്കുറിച്ച് പറഞ്ഞു, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, ദ്വിരാഷ്ട്ര പരിഹാരം, അത് വാസ്തവത്തിൽ ഒരു പുകമറയാണ്. വാസ്തവത്തിൽ ഒരിക്കലും നടക്കാത്തൊരു സംഗതിയാണ്. അത് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേൽ ഇപ്പൊ തന്നെ ആദ്യം അതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ചു, ഒരു ടാക്ടിക്കായിട്ട് ഉപയോഗിച്ചു, ഒരു തന്ത്രമായി പ്രയോഗിച്ച് ഫലസ്തീനികളെ ചതിയിൽ വീഴ്ത്തി 1993 ഓസ്ലോ അക്കോർഡ് മുഖേന. എന്നിട്ടൊരു ചെറിയ മുനിസിപ്പാലിറ്റിയുടെ പണി മാത്രം കൊടുത്ത് പലസ്തീനിയൻ അതോറിറ്റിനെ ഒതുക്കി ഫലസ്തീൻ ജനതയെ മുഴുവൻ വേറെ കുറച്ച് ഗാർബേജ് കളക്ട് ചെയ്യുക, ഒരു കുറച്ച് ഇന്റേണൽ പോലീസിംഗിൽ മാത്രം ഒതുക്കിയിട്ട് അവരെ ആ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നതിനെ പരിഹാസ്യമാക്കി ഇസ്രായേൽ മാറ്റി.
ഇപ്പൊ നോക്കൂ, ഇസ്രായേലിൽ ആരും തന്നെ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. ഇസ്രായേലി ഭരണകൂടത്തിലെയോ പൊളിറ്റിക്കൽ സർക്കിളിലെയോ മിലിറ്ററി ലീഡർഷിപ്പിലെയോ ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരർത്ഥത്തിൽ ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വംശവെറി നിലനിൽക്കുന്ന ഇസ്രായേലിന്റെ വൈറ്റ് സുപ്രീമിസം, ആ വെള്ള വർണ്ണ മേധാവിത്വം എന്ന് നമ്മൾ രാഷ്ട്രീയ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു സുപ്രീമിസം, സിയോണിസ്റ്റ് സുപ്രീമിസം, അതിനെക്കുറിച്ച് മാത്രമാണ് അവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അമേരിക്ക അതിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് വളരെ ഈ പറഞ്ഞ അർത്ഥത്തിൽ പരിഹാസ്യമായ ഒരു സംഗതിയാണ്. കാരണം അമേരിക്കക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇസ്രായേലിൽ ആരും തന്നെ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അംഗീകരിക്കുന്നില്ല. അത് ഒരു വളരെ വ്യക്തമായ ഒരു പുകമറയാണ്, പലസ്തീനികളെ വീണ്ടും ചതിയിൽപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് ഫ്രം റിവർ ടു ദ സീ ഫലസ്തീൻ വിൽ ബി ഫ്രീ എന്ന മുദ്രാവാക്യം വരുന്നത്. ആ മുദ്രാവാക്യത്തെ ക്രിമിനലൈസ് ചെയ്യാൻ, അതിനെ ഒരു ആന്റി സെമിറ്റിക് ആയിട്ട് വിലയിരുത്താൻ, അല്ലെങ്കിൽ അതൊരു ടെററിസ്റ്റ് സ്ലോഗനാക്കി മാറ്റാൻ പല രാഷ്ട്രങ്ങളും ശ്രമിച്ചു, പല ഭരണകൂടങ്ങളും ശ്രമിച്ചു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു, പൊതുജനം അത് ഏറ്റെടുത്തു. ഇപ്പൊ നമ്മൾ കാണുന്നു അമേരിക്കയിലെ യുവജനം, 18നും 30 വയസ്സിനും ഇടയിലുള്ള ജനം, അതുപോലെ തന്നെ ആഗോളതലത്തിൽ തന്നെ യുവാക്കൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കുന്നു. പൊതുജനം ഈ ഗസയിലെ ജനോസൈഡ്, ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ രംഗത്തു വരുന്ന പ്രതിഷേധ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങുന്ന യുവതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇപ്പോ ഫ്രം റിവർ ടു ദ സീ ഫലസ്തീൻ വിൽ ബി ഫ്രീ എന്നുള്ളതാണ്. അത് ഇനി അങ്ങോട്ട് ചരിത്രത്തിൽ ഒരു വലിയ മുദ്രാവാക്യമായി മാറാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഫലസ്തീനികൾക്കും അറിയാം, ദ്വിരാഷ്ട്ര പരിഹാരമല്ല വേണ്ടത്, മറിച്ച് ഒന്നുകിൽ ഇസ്രായേലികളും പലസ്തീനികളും ഈക്വൽ ഡെമോക്രാറ്റിക് റൈറ്റ്സ്, ഈക്വൽ ഹ്യൂമാനിറ്റേറിയൻ അവരുടെ റൈറ്റ്സ്, അതൊക്കെയുള്ള ഈക്വൽ ഹ്യൂമൻ റൈറ്റ്സ്, ആ ജനാധിപത്യ അവകാശങ്ങൾ, പൌരാവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങളൊക്കെ തുല്യമായി ലഭിക്കുന്ന ഒരൊറ്റ രാജ്യം. അതല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് വളരെ കൃത്യമായി അവർക്ക് മേധാവിത്വമുള്ള ഒരു രാജ്യം. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഫലസ്തീനികൾ ചിന്തിക്കുന്നത്. അതിലേക്കുള്ള ചുവടുവെപ്പായിട്ട് 2023 ഒക്ടോബർ 7 മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ നോക്കൂ, ഈ ഹൂത്തികളുടെ ഈ ആക്രമണത്തെ അമേരിക്ക കാണുന്നത് വേറൊരു സന്ദർഭത്തിലാണെങ്കിൽ, ഹൂത്തികൾ ഇങ്ങനെ ചെയ്യുന്നത് വേറൊരു ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇറാഖിൽ ഇടപെട്ടിട്ടുള്ള അമേരിക്ക, അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടിട്ടുള്ള അമേരിക്ക, വിയറ്റ്നാമിൽ ഒരു നീണ്ട യുദ്ധം നയിച്ചിട്ടുള്ള അമേരിക്ക ഹൂത്തികളോട് എങ്ങനെയാണ് പെരുമാറുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും കൂട്ടിപ്പിടിച്ച് ഒരു കമാൻഡോ ഫോഴ്സ് ഉണ്ടാക്കി, ഒരു നേവൽ ഫോഴ്സ് ഉണ്ടാക്കി, അത് ഉപയോഗപ്പെടുത്തി ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് അമേരിക്ക ചെയ്തത്. ഇപ്പോ ദോഹ ഫോറം നടന്നു, അതിൽ അന്റോണിയോ ഗുറ്ററസ്, UN സെക്രട്ടറി ജനറൽ, അദ്ദേഹം വന്നിട്ട് വളരെ വ്യക്തമായി പറയാതെ പറഞ്ഞു, ഗസയിൽ നടക്കുന്ന ജനോസൈഡിന് നിങ്ങളാണ് ഉത്തരവാദി ജോ ബൈഡൻ എന്ന് പറഞ്ഞു. ജോ ബൈഡൻ ഇപ്പോ ഒരു നിക്നെയിം എല്ലാവരും കൊടുത്തിരിക്കുകയാണ്, ജനോസൈഡ് ജോ എന്ന് പറയുന്ന ഒരു നിക്നെയിം കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപോളാർ വേൾഡിനെ കുറിച്ച്, ഒരു ബഹുധ്രുവ ലോകത്തെക്കുറിച്ച്, അമേരിക്കയുടെ കീഴിലുള്ള ഏകധ്രുവ ലോകത്തിൽ നിന്ന് മാറി ഒരു ബഹുധ്രുവ ലോകത്തെക്കുറിച്ച് ധാരാളമായ ആളുകൾ സംസാരിക്കുന്നു. അതിൽ ഫലസ്തീനികളുടെ അവകാശം ഏറ്റവും പ്രധാനമാണ്. മറ്റ് പല രാജ്യങ്ങൾ ഇപ്പൊ നോക്കൂ, ലോകത്തിലെ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ, പൌരാവകാശ പ്രവർത്തകര്, മനുഷ്യാവകാശ പ്രവർത്തകര്, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ, NGOകള്, ഒരു നല്ലൊരു ശതമാനം ഈ മെയിൻ സ്ട്രീം മീഡിയ കഴിച്ച് വൃത്തിയാൽ ആൾട്ടർനേറ്റീവ് മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ, ഇവരൊക്കെ ഫലസ്തീൻ പ്രശ്നത്തെ അത് തങ്ങളുടെ ഒരു പ്രശ്നവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനെ തങ്ങൾ കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിലേക്കുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയായിട്ട് ഫലസ്തീൻ പ്രശ്നത്തെ കാണുന്നു. ഇത് വാസ്തവത്തിൽ ഇനി ഫലസ്തീൻ പ്രശ്നത്തിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഭാവി. ഇന്നു മുതൽ, അല്ലെങ്കിൽ ഈ യുദ്ധം മുതൽ, ഈ ചരിത്രത്തിന്റെ ഈ നിർണായക ഘട്ടം മുതൽ ഫലസ്തീൻ പ്രശ്നത്തിന് ഏറ്റവും പ്രോമിനൻസ് ലഭിക്കുന്ന ലോക രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണകൂടങ്ങളെ അവിടുത്തെ ജനങ്ങൾ തന്നെ, പ്രത്യേകിച്ച് യുവാക്കൾ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇസ്രായേലുകൾ നന്നായി പേടിക്കുന്നു. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു ജനോസൈഡ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ജനോസൈഡിലൂടെ അല്ലാതെ ഈ സിയോണിസ്റ്റ് പ്രൊജക്ട്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല, ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്, അതൊരു സിയോണിസ്റ്റ് പ്രൊജക്ടാണ്. ആ പ്രൊജക്ടിനെ നിലനിർത്തണമെങ്കിൽ കൂട്ടക്കൊലകൾ നോക്കൂ. 1948 മുമ്പും അതിനുശേഷവും
എത്ര കൂട്ടക്കൊലകളിലൂടെയാണ് ഇസ്രായേൽ കടന്നു വന്നത്. ഈ എത്നിക് ക്ലീൻസിംഗ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. ഇപ്പൊ നേരത്തെ നിഷാദ് തന്നെ നാസറിനോട് ആ ചോദ്യം ചോദിച്ചു. അതായത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കൊലപാതകം നടത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വംശഹത്യ ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു സംഗതിയാണ്. ഒക്ടോബർ 7 ഒരു പ്രത്യാക്രമണം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് ഇസ്രായേൽ നടത്തണം. ഒരിക്കലുമല്ല. ഇസ്രായേലിന്റെ അജണ്ടയിൽ എപ്പോഴും എന്നും ഇത്തരം വംശഹത്യാ ശ്രമങ്ങൾ, വംശീയ ഉന്മൂലനത്തിന്റെ അനിഹിലേഷൻ എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് ആ ഫലസ്തീനികളെ ഇൻഹ്യൂമൈൻ അവർ കാണുന്നു. ഒരു മനുഷ്യരായി കാണാൻ അവർ വിസമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ഇപ്പോ ഈ യുദ്ധത്തിന് ന്യായം ഇസ്രായേലി പ്രസിഡന്റ്, ഇപ്പോ സീസ്ഫയറിന് വേണ്ടി വാദിക്കുന്ന ഇസ്രായേലി പ്രസിഡന്റ് പോലും പറഞ്ഞത് ഇത് വെസ്റ്റേൺ സിവിലൈസേഷനെതിരെയുള്ള യുദ്ധമാണ്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ വാല്യൂസ്, പാശ്ചാത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു യുദ്ധമാണ്. അത് 1 നമ്പർ അവരുടെ ഒരു പ്രൊപ്പഗണ്ട തന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വാല്യൂസ് ആണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ വാല്യൂസ്, ഞങ്ങളുടെ മൂല്യങ്ങൾ, അതിന് മാത്രമാണ് ഒരു മേൽക്കൈ ലഭിക്കേണ്ടത്. മറ്റത് ഈ ഫലസ്തീനികൾ, അറബികൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ, ഈ തേർഡ് വേൾഡ് കൺട്രീസിലെ 3ാം ലോക രാജ്യങ്ങളിലെ ആളുകൾ, അവരൊക്കെ അടിച്ചമർത്തപ്പെടേണ്ടവരാണ്. അവർ ഒരു സെക്കൻഡ് ക്ലാസ് ആണ്. ഈ ഒരു വംശ മേധാവിത്വത്തിന്റെ, വർണ്ണഡംപിന്റെ പ്രകടമായ ഒരു നിറഞ്ഞാട്ടമാണ് നമ്മൾ വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ഈ വംശഹത്യാ. എന്തായാലും ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ദശാസന്ധിയായിട്ട് ഈ കാലം, ഈ ഒക്ടോബർ 7 ശേഷമുള്ള കാലം രേഖപ്പെടുത്തുമെന്നാണ് ഡോക്ടർ താജ് ആലുവ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഡോക്ടർ പിള്ള, ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് എപ്പോഴും പറയാറുള്ള ഒന്നെന്താണ്? ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാണ്. സ്വാതന്ത്ര്യമോഹമുള്ള, സ്വന്തം രാഷ്ട്രമെന്ന മോഹമുള്ള മനുഷ്യരപ്പുറത്തുണ്ട്. അപ്പോൾ അതിന് ഇസ്രായേൽ കണ്ട ഒരു മാർഗം ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സ്റ്റേറ്റായിട്ട് മാറുക. അവിടുത്തെ പൗരന്മാർക്ക് ഞങ്ങളിതാ ലോകത്തെ ഏറ്റവും ആധുനികമായ സുരക്ഷ വാഗ്ദത്തം ചെയ്യുന്നു, നിങ്ങളൊരു സ്വാതന്ത്ര്യമോഹികളെയും ഭയപ്പെടേണ്ടി വരില്ല, ഒരു പലസ്തീനിയെയും ഭയപ്പെടേണ്ട, ധൈര്യമായി വന്ന് താമസിച്ചോളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഒക്ടോബർ 7 വീണ്ടും ഒരു ആക്രമണം നടക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. ഇപ്പോഴും യുദ്ധം വിജയിക്കാൻ കഴിയുന്നില്ല, പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. സോ ഒരു സെക്യൂരിറ്റി സ്റ്റേറ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് എന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ് എന്ന് വെച്ചാൽ ഏറ്റവും അവരുടെ വിൽപ്പന മൂല്യമുള്ള സംഗതി, അത് എക്സ്പയർഡായോ? അതുകൊണ്ട് ഇനി കാര്യമില്ല എന്ന് മനസ്സിലായോ? അതുകൊണ്ട് എക്കാലത്തും ശത്രുവിനെ സെക്യൂരിറ്റി കൊണ്ട് മറികടന്ന് അതിജീവിക്കാം, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഇസ്രായേലിൻ്റെ ചിന്തയെ തകർക്കുന്നതാണോ ഈ എപ്പിസോഡ്? അതുകൊണ്ട് പരസ്പരം ആരോഗ്യകരമായ ഒരു ധാരണയിലെത്താതെ, തീർപ്പിലെത്താതെ ഈ സർവൈലൻസ് ക്യാമറകൾ കൊണ്ടും മെർക്കേവ ടാങ്കുകൾ കൊണ്ടും അധികകാലം പോകാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേലിലെ പോപ്പുലേഷൻ അത് മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങനെയെങ്കിൽ ഈ തർക്കത്തിലൊരു പ്രധാന ഒരു ഘടകമാകുമോ? തീർച്ചയായിട്ടും. കാരണം ഇസ്രയേല് ശരിക്കും ഇപ്പോഴത്തെ ഒരു വാർഫെയർ എന്ന് പറയുന്നത് നിഷാദ് പ്രൊപഗണ്ട വാർഫെയർ ആണ്. അത് നേരത്തെ മുതലേ ഉള്ളതാണ്, നമുക്കറിയാം. അതായത് കോൾഡ് വാർ ടൈമിൽ മുതൽ തന്നെ യുഎസും USSRും തമ്മിൽ നക്ഷത്ര യുദ്ധങ്ങളും ഒക്കെ നടന്നു. ഞങ്ങളുടെ ഒരു സ്കഡ് ഉണ്ട്, ഉടനെ അമേരിക്ക പാട്രിയറ്റ്, ഉടനെ 3500 കിലോമീറ്റർ ഞങ്ങളുടെ മിസൈൽ പോകും, ഉടനെ അടുത്ത പ്രൊപഗണ്ട ഞങ്ങളുടെ 5000 മിസൈൽ പോകും. അങ്ങനെ ഓരോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പ്രൊപഗണ്ട വാർഫെയർ എന്ന് പറയുന്നത് ഇന്നല്ല, നേരത്തെ മുതൽ തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊപഗണ്ടയാണ് ഈ അമേരിക്കയുടെ സൂപ്പർ പവർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശരിക്കുമുള്ള ഇസ്രയേലിന്റെ ഈ പവറും അവരത് ഗ്രൗണ്ടിൽ കാണിച്ചു. കാരണം ഈ ഹമാസ് എന്ന അവര് പുച്ഛിച്ചു തള്ളുന്ന ഒരു ഗ്രൂപ്പിനെ ഒരാൾ ഇന്നേ വരെ അവര് സിവിലിയൻസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സിവിലിയൻസിനെ എങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? കാരണം അതായത് വിത്തൗട്ട് ട്രയൽ അല്ലെങ്കിൽ ഒന്നും ഇത് ചെയ്യാതെ ഫ്രീ ആയിട്ട് പിടിച്ചുകൊണ്ട് പോയി തടങ്കലിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഹമാസിനെ പിടിക്കാൻ കഴിയുന്നില്ല. അതിന് പകരം വെസ്റ്റ് ബാങ്കിലും അതുപോലെ ജെറുസലേം സൈഡിലുള്ളവരെയൊക്കെ പിടിച്ച് അവര് ഇതിലാക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസ് ലാബ്സ് ആണ് ഈ രാജ്യത്തിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്ഥാനം എവിടെയാണ്? ശരിക്കും ഇസ്രയേൽ ഇനിയും ഈ 75 ഡേയ്സ് വാർ എന്നുള്ളത് അവരൊരിക്കലും അംഗീകരിക്കില്ല. മേ ബി അവർക്ക് ഒരു ക്രോണോളജി വരും, മേ ബി 80 ഡേയ്സ് വാർ ഓർ 90 ഡേയ്സ് വാർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ക്യാൻ ബി. ബട്ട് പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് ഇപ്പോൾ ഇസ്രയേല് എൻ്റെയർ ഗാസയെ റബിൾസ് ആക്കി കഴിഞ്ഞാൽ പോലും, കോൺക്രീറ്റ് റബിൾസ് ആക്കി കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും ഇസ്രയേലിന് വിക്ടറി എന്നൊരു യുദ്ധത്തിന് ജയം എന്നുള്ള ഒരു കാരണം
ഒരു 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 അവകാശം പഠിക്കാൻ പറ്റില്ല. ഇതിനകത്ത് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are two terms. There is no runner up in the war, only winner. But unfortunately in this episode ഇവിടെ നടക്കുന്നത് എന്താണ്? There is no winner and there is no runner up as well. പക്ഷേ ഇവിടെ ലോകത്തിന്റെ അറ്റൻഷൻ പിടിക്കുവാനായി ഹമാസ് പരമാവധി ശ്രമിച്ചുവെങ്കിലും പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇപ്പോഴത്തെ ലോകത്തിന്റെ നിർജീവ അവസ്ഥ ലോകരാജ്യങ്ങളുടെ. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് ഈ ലോകരാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ നിസ്സഹായ അവസ്ഥ. ഇതാണ് കാണേണ്ടത്. ഇനിയും നമ്മൾ വീണ്ടും പോയിന്റിലേക്ക് വരാം. ഇസ്രയേൽ എന്തുകൊണ്ട് ടണൽ വാർഫെയർ, നമ്മൾ പല പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ ടണൽ വാർഫെയർ എന്ന് പറയുന്ന കാര്യം നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്യുകയോ അതുപോലെ തന്നെ ആ ഒരു രീതിയിലാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലിന്റെ ക്യാപ്റ്റിവിറ്റിയിലുള്ള സൂപ്പർവിഷനിലുള്ള ഈ രാജ്യത്തെ ഈ പ്രദേശത്ത് അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടാണ് ഈ ടണൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് എന്നൊക്കെയാണ് ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ടണൽസിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇത്രയും ബോംബാർഡ്മെന്റ് കണ്ടിന്യൂസ് നടന്നിട്ട് പോലും ഹമാസിനെ പോയിട്ട് ബന്ദികളെ ലൊക്കേറ്റ് ചെയ്യാനോ പോലും പറ്റിയിട്ടില്ല. ഈ വിട്ടയച്ചിട്ടുള്ള ബന്ദികളുടെ അടുക്കൽ നിന്ന് പോലും ഇൻഫർമേഷൻ ഗാദർ ചെയ്താൽ അവർക്കറിയില്ല എന്താണ് എവിടെയാണ് അവർ. ബട്ട് ഒറ്റ കാര്യമുണ്ട്, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഈ പലസ്തീനികളോട് കാണിക്കുന്ന ക്രൂരത, അട്രോസിറ്റീസ്, ജലപാനം പോലും കൊടുക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഓടിക്കുകയും അവിടെ നിന്ന് മറ്റു സ്ഥലത്തോട്ട് ഓടിക്കുകയും മൃഗങ്ങളുടെ മാതിരി ട്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ട് പോലും ഈ ബന്ദികളെ ഹമാസ് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു, വെളിയിൽ നിന്ന് വന്ന ബന്ദികൾ. അപ്പോൾ തീർച്ചയായിട്ടും ആസ് ഓഫ് നൗ നമുക്കറിയാം, ലോകരാജ്യങ്ങളൊക്കെ ആദ്യം ഇസ്രയേലിന്റെ കൂടെ ആയിരുന്നു. ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഈ ലോകത്ത് ISIS-നേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നും ഹമാസ് കാണിച്ചത് അങ്ങേയറ്റത്തെ നെറിയേടാണെന്നും ഒക്കെ പറഞ്ഞ് ലോകരാജ്യങ്ങൾ ആക്രോശം കൊണ്ടപ്പോൾ ഇപ്പോൾ കാറ്റ് നേരെ തിരിച്ചു വീശുന്നു. കാരണം അല്പം സിമ്പതി പലസ്തീന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സിമ്പതി വെർബൽ ഓർഡർ അല്ലെങ്കിൽ വെർബലായിട്ട് മാത്രം ചുരുക്കം ചില ആഫ്രിക്കൻ കൺട്രീസ് മാത്രം ഓപ്പൺ ആയിട്ട് അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയും അതുപോലെ തന്നെ മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഷിപ്പ് വരുവാണെങ്കിൽ ഞങ്ങൾ അടുക്കാൻ സമ്മതിക്കില്ല, ഫ്യൂവൽ കൊടുക്കില്ല, അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം അറ്റ്ലീസ്റ്റ് അറബ് കൺട്രീസ് എങ്കിലും ഒരു സ്ട്രോങ് ആയിട്ട് ഇസ്രയേൽ ലിങ്ക് ആയിട്ടുള്ള ഒരു ഷിപ്പ് പോലും ഞങ്ങള് നങ്കൂര വിടാൻ സമ്മതിക്കില്ല എന്നും അതുപോലെ തന്നെ ഒരു കാരണവശാലും ഫ്യൂവൽ കൊടുക്കില്ല എന്നും ഒക്കെ ഒരു തീരുമാനമെടുത്താൽ 101% തീർച്ചയായിട്ടും ഈ ഒരു അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ വാചാടോപ പിന്തുണയെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ എത്ര രാഷ്ട്രങ്ങൾ സന്നദ്ധമാകുന്ന പോയിന്റാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ അമീർ പിച്ചാൻ, നോക്കൂ, ഇവിടെ അമേരിക്കയാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഒരു ഫാക്ടർ എന്ന് നമുക്കറിയാം. അമേരിക്കയാണ് ഇപ്പോൾ എല്ലാ രക്ഷാസമിതി പ്രമേയങ്ങളെയും വീറ്റോ ചെയ്യുന്നത്. അമേരിക്കയാണ് ഈ യുദ്ധം ഇൻറ്റൻസിഫൈ ചെയ്യാൻ ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കുന്നത്. അമേരിക്കയുടെ ബലത്തിലാണ് എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഇസ്രയേൽ ഇപ്പോഴും ഇത് ചെയ്യുന്നത്. അമേരിക്കയെ റീത്തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു ലോക അന്തരീക്ഷം മാറുന്നുണ്ടോ? അമേരിക്ക ഹൂത്തികളോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല. 2 കപ്പൽ അവിടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അമേരിക്ക തയ്യാറല്ല. സമാധാനത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയെക്കുറിച്ച് ആലോചിക്കുന്നു. യുദ്ധം ഡെവലപ്പ് ചെയ്തിരിക്കാൻ, ഗസയ്ക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ അമേരിക്ക പ്രത്യേകമായ ശ്രദ്ധ വയ്ക്കുന്നു. ഇപ്പോൾ അവർ നിരന്തരമായി സിവിലിയൻസിനെ കുറിച്ച് സംസാരിച്ച് കേൾക്കുന്നുണ്ട്. സോ അമേരിക്കൻ പൊസിഷൻ ആൻഡ് അമേരിക്കൻ നിലപാട് എന്തുമാത്രം നിർണായകമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ? അമേരിക്കൻ നിലപാട് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ സപ്പോർട്ട് കൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും യുദ്ധം നടത്തുന്നത്. UN റെസൊല്യൂഷന്, കഴിഞ്ഞ റെസൊല്യൂഷന് 153 countries they said yes, only one country US said vetoed it. അവരെ സംബന്ധിച്ചിടത്തോളം they cannot see a failure for Israel. അപ്പോൾ അതിന് ഒരിക്കലും അവർ സമ്മതിക്കുകയില്ല, നിന്നു കൊടുക്കുകയില്ല. അപ്പോൾ അതിന് എന്തെല്ലാം ക്രൂരത ഇസ്രായേൽ കാണിച്ചു കഴിഞ്ഞാലും it just get washed away as saying that it is all because of the fault of Hamas. Hamas did the attack on October 7th, so the people in the Gaza have to suffer it. എന്നുള്ള മാതിരിയാണ് അവരുടെ നീതിന്യായം വരുന്നത്. പക്ഷെ ഇപ്പം എന്താന്ന് വെച്ചിരിക്കുന്നത് വെച്ചാൽ there is a lot of pressure inside US as well. ആ ഇൻസൈഡിൽ US ഉള്ള പ്രഷർ കാരണം അവിടെ ഒരു ചിന്താഗതി മാറി തുടങ്ങിയിരിക്കുന്നത്. ആ ചിന്താഗതി മാറി തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് അണ്ടർ ദ ഗ്രൗണ്ട്, അണ്ടർ ദ ടേബിൾ there is a talk between US and Israel എന്ന് വേണം നമുക്ക് കരുതാൻ, for Israel to
plan, what do you call it, to decrease down the heavy bombardment and go to tactical warfare എന്ന് പറഞ്ഞ മാതിരി. ഞാനൊരു യുദ്ധവിദഗ്ധനൊന്നല്ല, പക്ഷേ ഒരു ലോ ഇന്റൻസിറ്റി വാറിലേക്ക് പോകണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. യുദ്ധം നിർത്തണം എന്നുള്ളതും അവരിപ്പോഴും പറയുന്നില്ല. അവർ പറയുന്നത് ഹമാസിനെ നശിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഹമാസ് എവിടെയെന്ന് ആർക്കും അറിയുന്നില്ല. ഹമാസിനെ എങ്ങനെ നശിപ്പിക്കണം എന്ന് അവർക്ക് ആരും അതും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ട്രൂ, US വാണ്ട് ടു സീ ദ വാർ ടു ഗോ ടു ലോ ഇന്റൻസിറ്റി വാർ എന്ന് വേണം നമുക്ക് അനുമാനിക്കാനും. അമേരിക്കയും ആ പ്രതിസന്ധിയും സമ്മർദ്ദത്തെ അനുഭവിക്കുന്നുണ്ടെന്നാണ്. അതായത് 75 ദിവസം പിന്നിടുമ്പോൾ ഈ യുദ്ധം ഏതൊക്കെ തരത്തിലുള്ള സങ്കീർണതകളെ അനുഭവിക്കുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ട്. അതൊരു വെടിനിർത്തലിലേക്ക് പോകുമെന്നാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ സമയം ഒന്ന് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ അമീർ പിച്ചാൻ, താങ്ക് യു. ഒപ്പം ഡോക്ടർ താജ് ആലുവ, ഡോക്ടർ പിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള.